16 പള്ളികളുടെയും അതുപോലെ 24 സന്യസ്ത സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിലാണ് ഇന്ന് ഈ പ്രതിഷേധ റാലി നടക്കുക. നമ്മുടെ പ്രിയപ്പെട്ട 2 സിസ്റ്റേഴ്സിന് എതിരായി ആരോപിക്കപ്പെട്ട കുറ്റം അത് പൂർണ്ണമായിട്ടും റദ്ദാക്കണമെന്ന ആവശ്യവുമായിട്ടാണ് ഈ പ്രതിഷേധ റാലി നടത്തുക. നിങ്ങളെ എല്ലാവരെയും അതിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആൾക്കൂട്ട വിചാരണയ്ക്ക് നേരിടേണ്ടി വന്ന സിസ്റ്റർ വന്ദനയ്ക്കും സിസ്റ്റർ പ്രീതിക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇക്കഴിഞ്ഞ 25-ാം തീയതി ഛത്തീസ്ഗഡിൽ നടന്ന ആ തീവ്രവാദ പ്രവർത്തനത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് ആലുവ സോണിലുള്ള ക്രൈസ്തവ സമൂഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന പ്രതിഷേധ പ്രകടനമാണ് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. നടപടികൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആലുവ മേഖലയിലുള്ള ക്രൈസ്തവ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ പ്രകടനമാണ് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയെ നോക്കുകുത്തിയാക്കി ബജറംഗ് അജണ്ട നടപ്പിലാക്കുന്ന ഛത്തീസ്ഗഡ് ഭരണകൂടത്തിന് അതിനെ പ്രോത്സാഹനം ചെയ്യുന്ന ദേശീയ ഭരണകൂടത്തെയും ശക്തമായ താക്കീത് നൽകുവാൻ ഭാരതത്തിലെ ജനാധിപത്യ മതേതരത്വ വിശ്വാസികൾ ഒന്നിരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രതിഷേധ റാലി ആലുവയുടെ തെരുവോരങ്ങളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. ആശ്വാസവും സമാധാനവുമായി വർദ്ധിക്കുന്ന സന്യസ്തരെ ഇല്ലാത്ത കുറ്റങ്ങൾ ചാർത്തി ആൾക്കൂട്ട വിചാരണ നടത്തി തുറക്കലിടയ്ക്കുവാൻ മുതിരുന്ന ഛത്തീസ്ഗഡ് സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ആലുവയിലെ ക്രൈസ്തവ വിശ്വാസികൾ നടത്തുന്ന പ്രതിഷേധ റാലിയാണ് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു പ്രവർത്തനത്തിനെതിരായി നിയമ നടപടികൾ നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആലുവയിലുള്ള ഇടപെട ദേവാലയങ്ങളുടെ നേതൃത്വത്തിലുള്ള ഇടപെട വിശ്വാസികൾ തങ്ങളുടെ പ്രതിഷേധ പ്രകടനമാണ് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയെ നോക്കുകൂടിയാക്കി Solamente.
ആർഷഭാരത സംസ്കാരവും ആർഷഭാരത സംസ്കാരവും കെട്ടിപ്പടുത്തൊരു ക്രിസ്ത്യാനികളെ കെട്ടിപ്പടുത്തൊരു ക്രിസ്ത്യാനികളെ ആർഷഭാരത സംസ്കാരവും കെട്ടിപ്പടുത്തൊരു ക്രിസ്ത്യാനികളെ കെട്ടിപ്പടുത്തൊരു ക്രിസ്ത്യാനികളെ ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരുന്നത് ഭാഷയെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ആലുവയിലെ 16 ഇടവക സമൂഹങ്ങൾ നടത്തുന്ന പ്രതിഷേധ പ്രകടനമാണ് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. ആലുവയിലെ തെരുവോരങ്ങളെ അക്ഷരാർത്ഥത്തിൽ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ആലുവ സെന്റ് പബ്ലിക് ദേവാലയ അങ്കണത്തിൽ നിന്നും വലിയ ബഹുമാനപ്പെട്ട മാടശ്ശേരി അച്ഛൻ ആശീർവദിച്ച് അനുഗ്രഹിച്ച പ്രതിഷേധ റാലിയാണ് ഇത് വഴി നടന്നു വരുന്നത്. ഈ റാലി ആലുവ സെന്റ് ആന്റണീസ് മഹാനഗര അങ്കണത്തിൽ എത്തിച്ചേർപ്പോൾ അഭിവൃദ്ധി തോമസ് തെക്കേണ്ടതിനാലും പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു. പൊതുസമ്മേളനത്തിൽ ഛത്തീസ്ഗഡിലെ മലയാളികളായ രണ്ട് കന്യാസ്ത്രീകൾക്ക് നേരെ ആൾക്കൂട്ട വിചാരണ നടത്തി കള്ളക്കേസുകൾ എടുത്ത ഛത്തീസ്ഗഡ് ഗവൺമെന്റിന്റെ കിരാത നടപടികൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്ര ഭരണകൂടത്തിന്റെ നടപടികൾക്കെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ആലുവയിൽ ഇടവക സമൂഹം നടത്തപ്പെടുന്ന പ്രതിഷേധ പ്രകടനമാണ് ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ കടന്നു വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയെ നോക്കുകുത്തിയാക്കി ബജറംഗ് അജണ്ട നടപ്പിലാക്കുന്ന ഛത്തീസ്ഗഡ് ഭരണകൂടത്തിനെതിരെ, അവരെ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്ര ഭരണകൂടത്തിനെതിരെ ശക്തമായ ഭാഷയിൽ താക്കീത് നൽകിക്കൊണ്ട് ആലുവയിലെ 16 ഇടവക സമൂഹങ്ങൾ നടത്തുന്ന പ്രതിഷേധ പ്രകടനമാണ് ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ കടന്നു വരുന്നത്. വിചാരണ നടത്തി കള്ളക്കേസുകൾ എടുത്ത നടപടികൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബജറംഗ് പ്രവർത്തകരെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച് ഭാരതത്തിൽ നിരോധനം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആലുവ മേഖലയിലുള്ള ക്രൈസ്തവ കൂട്ടായ്മകളുടെ സംയുക്ത
പോലും വേട്ടയാടപ്പെടരുത് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ റാലി ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ശ്രീമുള്ളവരെ ഈ റാലി കടന്നു വന്നിരിക്കുകയാണ്. ഈ റാലിയെ മുൻനിരയിൽ നയിച്ചുകൊണ്ട് ഇതാ ഈ ആശ്രമ ദേവാലയാങ്കണത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഛത്തീസ്ഗഡ് സർക്കാരിന്റെ ഭരണകൂടത്തിനെതിരെ ഛത്തീസ്ഗഡിലെ ഭരണകൂടത്തിനെതിരെ ഒരു വിട്ടുവീഴ്ചയില്ലാതെ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇനിയൊരു വിക്കറ്റ് പോലും ഇന്ത്യയുടെ മണ്ണിൽ പീഡിപ്പിക്കപ്പെടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇനി അത് അനുവദിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധ പള്ളികളിലെ വികാരിമാര്, കൈക്കാരന്മാര്, വൈസ് ചെയർമാൻമാര്, സംഘടനാ ഭാരവാഹികള് എന്നിവരെല്ലാം ചേർന്ന് നയിച്ച റാലി ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് കേന്ദ്ര ഛത്തീസ്ഗഡ് സർക്കാരുകൾക്കുള്ള താക്കീതാണ്. നിങ്ങൾ എത്രമാത്രം ഞങ്ങളെ ആക്രമിച്ചാലും അതിനെതിരെ ശക്തമായി ഞങ്ങൾ പ്രതികരിക്കുമെന്നുള്ള ശക്തമായ താക്കീത് നൽകിക്കൊണ്ടാണ് ഈ വൻപിച്ച റാലി ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഈ റാലി ഇവിടെ എത്തിച്ചേർന്നതിന് ശേഷം ഇവിടെ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ സമാരാധീനായ നമുക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മുൻ സഹായമെത്താൻ മാർ തോമസ് ചെക്കിയത്ത് ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. ഫാദർ കുര്യാക്കോസ് മുണ്ടാഴൻ ഈ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാഴൻ മുഖ്യ പ്രഭാഷണം നടത്തുന്നു. ആലുവ സെന്റ് ഡൊമിനിക് പള്ളി വികാരി ഫാദർ ജോസഫ് കരിമത്തി അധ്യക്ഷനാകുന്ന ചടങ്ങിൽ ആലുവയുടെ സമാരാധന MLA ശ്രീ അൻവർ സാദത്ത്, ശ്രീ MO ജോൺ, സ്വാമി ധർമ്മചൈതന്യ എന്നിവർ ആശംസകൾ നേർന്ന് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. വിവിധ പള്ളികളിലെ കൈക്കാരന്മാര്, വിവിധ പള്ളികളിലെ വൈസ് ചെയർമാൻമാര്, വിവിധ പള്ളികളിലെ സംഘടനാ ഭാരവാഹികള്, വിവിധ പള്ളികളിലെ കൊച്ചന്മാര്, വിവിധ പള്ളികളിലെ അൽമായ സംഘടനാ നേതാക്കള് എന്നിവർ ചേർന്നുള്ള വമ്പിച്ച പടുകൂറ്റൻ റാലിയാണ് ഈ നിമിഷവും ഈ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ റാലി ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ സമാരാധനായ മുൻ അതിരൂപത സഹായമന്ത്രി മാർ തോമസ് ചെക്കിയത്ത്, ആലുവയുടെ സമാരാധനായ MLA ശ്രീ അൻവർ സാദത്ത്, ആലുവയുടെ നഗരപിതാവ് MO ജോൺ, ആലുവയുടെ വിരുമാറിലൂടെ ഈ നിമിഷവും അണമുറിയാതെ ഈ റാലി ഇങ്ങോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റാലിക്ക് നേതൃത്വം നൽകിയ നമ്മുടെ മുൻ അതിരൂപത സഹായമന്ത്രി മാർ തോമസ് ചെക്കിയത്ത്, ആലുവയുടെ സമാരാധനായ MLA ശ്രീ അൻവർ സാദത്ത്, ആലുവയുടെ നഗരപിതാവ് ശ്രീ MO ജോൺ, ആലുവ സെന്റ് ഡൊമിനിക് പള്ളി വികാരി ഫാദർ ജോസഫ് കരിമത്തി, മറ്റ് വിവിധ പള്ളികളിലെ വികാരിമാര്, കൊച്ചന്മാര്, സ്ത്രീകളുടെ അഭിമാനത്തിലാണ് അശരണർക്കും ആനന്ദഹീനർക്കും ദരിദ്രർക്കും ആത്മഹത്യ വിചാരണയ്ക്ക് വിട്ടുകൊടുക്കാമെന്ന് വിചാരിക്കുന്ന കേന്ദ്ര ഛത്തീസ്ഗഡ് സർക്കാരുകളോടുള്ള മുഖ്യമായ താക്കീതാണ് ഈ റാലി ഇവിടെ വിളംബരം ചെയ്യുന്നത്. ഇനിയൊരു ആത്മഹത്യ വിചാരണ നമ്മുടെ സഹോദരന്മാർക്ക് നേരെ ഉണ്ടാവുന്നത് എന്നുള്ള കൃത്യമായ ബോധ്യമാണ് നമ്മൾ ഈ സംസ്ഥാന സർക്കാരുകൾക്ക്. ഛത്തീസ്ഗഡ് സർക്കാരിലേക്ക് നമ്മുടെ സഹോദരിമാർ ഇനിയാവുന്നത് ആ ജയിലിൽ കണ്ട, ആ ജയിലിൽ ആ കന്യാസ്ത്രീകളെ കണ്ട സഹോദരങ്ങൾ കണ്ണുനീര്, ആ കണ്ണുനീരിന്റെ വിലയെ സഹായമെത്താൻ എല്ലാവർക്കും പ്രിയങ്കരനായ ബിഷപ്പ് മാർ തോമസ് ചെക്കിയത്തിനെ ഏറെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഉള്ള ജാതിയുടെ പ്രസക്തിയിലാണ് ഗവൺമെന്റിന്റെ മൗനം സഫലമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സർക്കാർ മാറ്റത്തിന് ശക്തമാണ്. അധികാരികൾക്ക് ഉത്തരവാദിത്ത ബോധമുണ്ടാകും. ഇതിനെതിരായി നാം സംഘടിച്ചിരിക്കുമ്പോൾ ഒരു നിമിഷം മൗനമാണ്. ദൈവത്തിന്റെ മുമ്പിൽ ആദ്യമൊക്കെ എഴുന്നേറ്റ് നിന്ന് ഈശോ പ്രാർത്ഥനയിലൂടെ കാര്യങ്ങൾ എല്ലാവരും ആശംസിക്കുന്നു.
ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് കൈപ്പറ്റിയ ഉദ്ഘാടകൻ അഭിനന്ദ ലോക സെക്രട്ടറി ശ്രീ ബെന്നി ബെഹനാൻ എം.പി. സാർ, എം.എൽ.എ. ശ്രീ അൻവർ സാർ, മുഖ്യപ്രഭാഷകൻ ബഹുമാനപ്പെട്ട കുര്യാക്കോസ് മുണ്ടാടൻ സാർ, ആലുവ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ പ്രമോദ് ജോസ് സാർ, ഇമാം ശ്രീ ഫൈസൽ അസ്ലി, വേദിയിലായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സ്നേഹം വലിയ സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഛത്തീസ്ഗഡിൽ പാവപ്പെട്ട ജനങ്ങളുടെ സംരക്ഷണത്തിൽ ഉന്നതമായി പ്രവർത്തിച്ചതിന്റെ പേര് കണ്ണീസിൽ കീഴടക്കപ്പെട്ട ബഹുമാനപ്പെട്ട സിസ്റ്റർ സിസ്റ്റർ വന്ദന എന്നിവരുടെ ജീവിതത്തിലായി എന്നറിയാൻ വളരെയേറെ സന്തോഷം. കേരളത്തിലും ഇതിനു മാറാത്ത രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഏർപ്പെടുത്തലുകൾ ശക്തമായ ഇടപെടലും ആണ് ഈ മോചനത്തിന് കാരണമായത് എന്ന് നമുക്ക് അക്ഷരപ്രത്യേകമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യപ്പെടുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ അംഗീയ ലോക സെക്രട്ടറിയാണ്. ഈ ലോകത്തെ നമ്മോടൊപ്പം ആയിരിക്കുന്നതിന് ഒത്തിരി സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് കേരളത്തിലെ എല്ലാ മുസ്ലിം നടക്കുന്ന വിഷയങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടേതായിട്ടുള്ള ഉപദേശം നടത്തുകയാണ്. ഇതിന്റെ ഓർമ്മയിൽ അടുത്ത കാലത്തൊന്നും ഇത്രയേറെ പ്രതിഷേധങ്ങൾ കേരളത്തിൽ എല്ലാ ഭാഗത്തും നടന്നിട്ടില്ല എന്നതാണ്. നിങ്ങളും അങ്ങനെ കരുതുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം ടി വിയിലൊക്കെ കേരളത്തിലെ പരിഭാഗത്ത് നടന്ന പ്രതിഷേധ റാലികളുടെ ചിത്രങ്ങൾ വരികയില്ല. ജനങ്ങളിൽ കടലിൽ പോകുകയും ജനങ്ങൾ വരുന്ന രംഗങ്ങൾ അതൊക്കെ ചെയ്യുന്ന പത്രങ്ങൾ വലിയ രീതിയിൽ വായിച്ചു തുടങ്ങുകയാണ്. എന്നാൽ ഇത്രയേറെ പ്രതിഷേധം രണ്ട് സഹോദരിമാരിൽ അറസ്റ്റ് വെളിയിലാക്കുന്ന പേരിൽ നടത്തുന്നത് എന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് എല്ലാവരും ഉത്തരമുണ്ട്. സാഹചര്യം നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനം മനുഷ്യനാണ് എല്ലാത്തിൻ്റെയും പ്രമാണം എന്നാണ്. എല്ലാ മതങ്ങളും നമ്മെ പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. എല്ലാ മനുഷ്യരും ഓരോ മനുഷ്യരും അത്യധികമായിട്ട് സ്വാതന്ത്ര്യവും അവകാശങ്ങളും തുല്യതയും ഉള്ളവരാണ്. അത് നിഷേധിക്കപ്പെടുന്ന അനേകർ നമ്മുടെ രാജ്യത്തുണ്ട്. ഞങ്ങളൊക്കെ 14 വർഷം മുമ്പ് ഞാൻ രാജസ്ഥാനിൽ അങ്ങനെ ചില പ്രദേശങ്ങളിൽ പോയപ്പോൾ നമ്മുടെ സഹോദരിമാർ ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തിയിരുന്നു. ഒരു സ്ഥലത്ത് ഞാൻ ചെന്നപ്പോൾ അവിടെ വലിയ വിദ്യാലയമുണ്ട്, അതോടനുബന്ധിച്ച് ഒരു ആശുപത്രി, പിന്നെ സേവന ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ഒരു മന്ദിരം. സഹോദരിമാരുടെ 2 പേരെ ഒരു കാരണവും കൂടാതെ പോലീസുകാരെ ദേശീയ കോടതി തുറങ്കിൽ അടയ്ക്കുകയുണ്ടായി. അതാണ് എവിടെയും ഭൂരിപക്ഷ സമുദായം ആ സമുദായത്തിന്റെ ഭീകരങ്ങൾ പറ്റുന്നെങ്കിൽ നാളിൽ പോകാമെന്ന് പോലും പറഞ്ഞ നേതാക്കന്മാര് നമ്മുടെ രാജ്യത്തുണ്ടായി എന്നത് കോടികൾ ഉണ്ടാക്കുന്നതും ഭക്ഷണശാലകളെത്തുന്നതും ഈവണ്ടി പാതകൾ ഉണ്ടാക്കുന്നതും പണം ഉണ്ടാക്കുന്നതും ആയിട്ട് നമ്മൾ കണ്ടാകുന്നത്. ഇന്ന് മനുഷ്യനെ മുന്നിൽ കൊണ്ടുവരുമ്പോഴാണ് വികസനം ഉണ്ടാകുന്നത്. എല്ലാ മനുഷ്യർക്കും ജീവിക്കാൻ ആവശ്യമായി പൗരന്മാർക്കില്ല. മനുഷ്യനാണ് പ്രമാണം എന്ന് ലോകത്തിലെ എല്ലാ മലയാളിമാരും ഗുരുക്കന്മാരും ചിന്തകന്മാരും പറഞ്ഞുകൊള്ളുന്നത്. ആ തത്വം നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന സങ്കല്പം ചെലവുകയും
ഈ യോഗം ഉദ്ഘാടനം ചെയ്യുക അഭിനന്ദനായ തോമസ് സെക്രട്ടറിമാരെ, ബഹുമാനീയനായ MP ശ്രീ ബെന്നി ബെഹനാൻ, ഛത്തീസ്ഗഡിൽ നടന്ന വലിയ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലൊട്ടാകെ പ്രത്യേകിച്ച് കേരളത്തിൽ പ്രതിഷേധ ജ്വാല എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കത്തിച്ചൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഏതാണ്ട് എനിക്ക് പറയാൻ സാധിക്കും, ആലുവായിലാണ് ഏറ്റവും കൂടുതൽ സന്യാസ ഭവനങ്ങൾ, ആശ്രമങ്ങൾ ഉള്ളത്. എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിനോട് സഹകരിച്ച എല്ലാവരും. ഇതിനിടയ്ക്ക് ഈ സിസ്റ്റേഴ്സിന് ജാമ്യം കിട്ടിയപ്പോൾ ചിലരൊക്കെ ചോദിച്ചു, ഇനി നമുക്ക് ഇതൊക്കെ നടത്തണമോ എന്ന്. തീർച്ചയായിട്ടും ഞങ്ങൾ പറഞ്ഞത് നടത്തണം. ബെയിൽ കിട്ടിയ അല്ലെങ്കിൽ ജാമ്യം കിട്ടിയവരുടെ ഒന്നുമായി അവർ ജയിലിൽ നിന്ന് വിമോചിതരായി എന്ന് മാത്രമേ ഉള്ളൂ. ഇവരെക്കുറിച്ചുള്ള കുറ്റാരോപണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കേസുകൾ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസുകൾ പിൻവലിക്കുന്നതുവരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇനിയും നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളത്. ഈ പാർലമെന്റ് ഉന്നതതല മേഖലയിൽ വെടിവെച്ചിരിക്കുന്നു. അവിടെ പ്രദേശത്തേക്ക് ഇന്ത്യയുടെ സ്ഥലത്ത് ഏറ്റവും താഴേക്ക് ആളുകളിലേക്ക് അവരെ ചൂഷണം ഒക്കെ ബോധ്യമാക്കുകയും അവരെ പഠിപ്പിക്കുകയും അവരെ ഈ അവസരത്തിൽ ഈ സമ്മേളനത്തിന്റെ മുഖ്യപ്രഭാഷകനായ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രസിഡന്റ് കൗൺസിൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട കുര്യാക്കോസ് മുണ്ടാണിയച്ചനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. റാലിക്ക് ശേഷമുള്ള ഒരു സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ക്ഷേമ ജോസഫ് അച്ഛ, ഉദ്ഘാടകൻ പ്രിയപ്പെട്ട തോമസ് ചെട്ടിക്ക് പിതാവെ, നമ്മുടെ പ്രിയപ്പെട്ട MP ശ്രീ ബെന്നി ബെഹനാൻ, ഈ ഒരു പ്രശ്നത്തിനോട് മെത്രാനും ഉപവസിച്ചില്ല, അച്ഛന്മാര് ഉപവസിച്ചോ പരസ്യമായിട്ട് ഉപവസിച്ച് കാണില്ല, സിസ്റ്റേഴ്സ് ഉപവസിച്ചതിന് ദിവസങ്ങൾ കണക്ക് കൂട്ടിയാൽ അന്വേഷണത്തിലേക്ക് നമ്മളൊന്നും എഴുതില്ല. കാരണം എത്രമാത്രം ഉപവസിച്ചിട്ടുണ്ടാകുമെന്നുള്ള ഉറപ്പ് എങ്കിലും ഒരു ഇന്ത്യയിൽ ആകെയും പ്രശ്നത്തിന് ഒരു ഉപവാസം നടത്തിയ ഒരു രാഷ്ട്രീയ നേതാവ്, അത് നമ്മുടെ അൻവർ സാദിഖ്, MLA അൻവർ സാദിഖ്, പ്രിയ ഇമാം ശ്രീ ഫൈസൽ അസ്ഹരി. ഞാൻ ഹിന്ദുവാണ് എന്ന് പറഞ്ഞ പുസ്തകത്തിന്റെ ഉള്ളടക്കം ഇന്ത്യക്കാരൻ ഭയന്നാണ് ജീവിക്കുന്നത്. അവരുടെ ജീവാംശത്തെ അവൻ ഭയപ്പെടുകയാണ്. കാരണം ഈ രാജ്യം ജനാധിപത്യത്തിന്റെ രാജ്യമാണ്, മതേതര രാജ്യമാണ്, മതസൗഹാർദ്ദ രാജ്യമാണ്. വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ടവർ, വ്യത്യസ്ത ജാതികളിൽപ്പെട്ടവർ, വ്യത്യസ്ത വർഗങ്ങളിൽപ്പെട്ടവർ ഏതൊരു സഹോദരങ്ങളെ പോലെ ജീവിച്ചിരിക്കുന്നിടത്ത് നമ്മളെ ഭയപ്പെടുത്തുന്ന തീവ്രവാദം ഇവിടെ വളർന്നിരിക്കുന്നു. അതുകൊണ്ട് പറയുകയാണ്, ഇവിടെ ഭയം കൊണ്ട് നേരായ ഭാഷണം നടക്കുന്നില്ല. സത്യത്തെയും നീതിയെയും ചമ്പുറപ്പോടെ ഒരു വേദിയിൽ പറയുവാനുള്ള കരുത്ത് ഒരു ഇന്ത്യക്കാരൻ രാഷ്ട്രീയക്കാരനോ ഒരു സമുദായ നേതാവിനോ ഒരു മതമേഖിച്ചനോ നഷ്ടപ്പെട്ടിരിക്കുന്ന പരിതാപകരമായിട്ടുള്ള സമയമാണ്. മനസ്സിലായോ? ഈ ഒരു പരിഹാരം നമ്മുടെ കയ്യിലുള്ള കാരണം ആത്മപ്രവർത്തനമില്ല. ഒരു വലിയ രാജ്യമാണെങ്കിൽ ഇങ്ങനെ നടന്നത് എന്റെ സിസ്റ്റേഴ്സ്, സിസ്റ്റർ പ്രീതിയും സിസ്റ്റർ മംഗല ഫ്രാൻസിസും ഇവരും പ്രതികളാണ്. അവർക്ക് ജാമ്യം കിട്ടി. പക്ഷേ നമ്മളെപ്പോഴും ഈ തെരുവിൽ റാലി നടത്തുകയാണ്. നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കണം. കാരണം ഈ ജാമ്യത്തിലൂടെ നിങ്ങളുടെ ഭയം കുറഞ്ഞോ? എന്റെ ഭയം കൂടി, എന്റെ ഭയം കൂടി. കാരണം എന്നെ ഈ കോടതി ജാമ്യം കൊടുത്തത് ഇവർ പറയുന്നു അഭ്യർത്ഥന പറയുന്നത്. അങ്ങനെ നിയമങ്ങളുടെ ഭരിക്കുന്നവർക്ക് കൈയെടുക്കാവുന്ന നിയമമാണോ എന്നെ ഈ കോടതി? എന്നെ ഈ കോടതി ജാമ്യം കിടക്കുന്ന മനുഷ്യൻ ഇവർ സപ്പോർട്ട് ചെയ്യുന്ന മനുഷ്യനാണ്. അപ്പോൾ എന്ത് സംഭവമാണ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ഉത്തര സത്യങ്ങളാണ്. ഈ ആരോഗ്യ മഹാസമ്മേളനത്തിന്റെ സർക്കാരിന്റെ നടത്തണം. കാരണം നമ്മൾ ഒരു പരിഹാരത്തെ പറ്റിയിട്ടില്ല. എന്തുകൊണ്ട് ഈ കേരളം ഇന്ത്യ ഭാരത പ്രതിഷേധമുണ്ടായി
ഭാരതമുണ്ട്. 2003 ഈ സർക്കാർ ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ സർക്കാർ രണ്ടാമത് കേന്ദ്ര സർക്കാർ ഞങ്ങൾക്കെല്ലാം ഇന്ത്യക്കാർ ഞങ്ങൾക്കുണ്ട് അവകാശം ഭരണഘടനയുടെ തീവ്രവാദം ചാമ്പലാക്കും നിങ്ങൾ ഞങ്ങളുടെ ചന്താണ് യേശു നമ്മുടെ സ്വന്തമാണ് നിങ്ങൾ ഞങ്ങളുടെ ചന്താണ് യേശു നമ്മുടെ സ്വന്തമാണ്. ജയ് റെപ്രസെന്റേഷനാണ് ശ്രീ ബെന്നി ബെഹ്റാൻ. പ്രിയപ്പെട്ട ബെന്നി സാറും കേരളത്തിലെ മറ്റ് എംപിമാരെ ചേർന്ന് റിമാൻഡിലായിരുന്ന നമ്മുടെ സിസ്റ്റേഴ്സിനെ സന്ദർശിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട ബെന്നി സാർ ഈ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നതിനായി സാറിനെ ക്ഷണിക്കുന്നു. അധ്യക്ഷൻ ബഹുമാനായ മുഖ്യ പ്രഭാഷണം നടത്തിയ ബഹുമാനായ കൊണ്ടാട്ടൻ, പ്രിയപ്പെട്ട നമ്മുടെ MLA ശ്രീ അൻവർ താൽക്കാലികമായി നമുക്ക് ആശ്വസിക്കാൻ ആഗ്രഹിക്കുകയും നമ്മുടെ പ്രതിഷേധം നമ്മുടെ പ്രാർത്ഥന നമ്മൾ അവസാനിക്കണം എന്നാണ് കാര്യമാക്കുന്നത്. ഞാൻ ആദ്യത്തിൽ തന്നെ പറയുന്നു, നമുക്ക് ജാമ്യമല്ല കാര്യം, പൂർണ്ണമായും ഈ കള്ളക്കേസ് പിൻവലിക്കണമെന്ന് ആവശ്യമാണ്. ഈ കന്യാസ്ത്രീയെ ജയിലിലിടുന്നപ്പോൾ ആദ്യം അവരെ കാണാൻ പോകാൻ അവസരം വ്യക്തിയാണ് നമ്മുടെ എംപിമാരാണ്. ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകളെ പോലും കാണാൻ ആദ്യം അനുവാദം കിട്ടിയില്ല. പക്ഷെ കണ്ടേ പോകും എന്ന് ഞങ്ങൾ ശ്രമിച്ചത് അവർ ജയിലിന്റെ ഭാഗത്ത് പുറത്തേക്ക് കൊണ്ടുവരുന്നത് നിൽക്കുന്ന നാമവാക്കുകളെ ഈ സാമൂഹിക കൂടെ പോയ പെൺകുട്ടികളെ ദേഹപരിശോധന, അവരുടെ അടിവസ്ത്രം പോലും പരിശോധിച്ചെന്നാണ് കന്യാസ്ത്രീ. മതപരിവർത്തനം നടത്തി എന്ന് പറയുന്നതിന് വേണ്ടി ഇവർ കണ്ടെടുത്ത ന്യായം കന്യാസ്ത്രീ ഞങ്ങളോട് പറഞ്ഞത്, ഇവരുടെ ബാഗ് പരിശോധിച്ചപ്പോൾ അതിൽ വിശുദ്ധ വേദപുസ്തകമുണ്ട്. ഈ വേദപുസ്തകം എടുത്തുകൊണ്ട് ഇവർ പറഞ്ഞു, ഇവർ ആഘോഷിച്ചു. കണ്ടില്ലേ ബൈബിൾ. പാവപ്പെട്ട ഈ കന്യാസ്ത്രീകളുടെ ബാഗിൽ തുച്ഛമായ 2000 രൂപയുണ്ടായി. ഈ രൂപ കണ്ടെത്തിയപ്പോൾ ഇവർ വീണ്ടും പറഞ്ഞു, കണ്ടില്ലേ ഇത് പണമുണ്ട്, ഇത് മനുഷ്യക്കടത്തിന്. പറഞ്ഞതാര പോലീസാണ്, പറഞ്ഞത് ബജരംഗതന്നെയാണ്. നിർഭാഗ്യം എന്ന് പറയട്ടെ പോലീസിന്റെ സാന്നിധ്യം. കേസെടുക്കണമെന്ന് പറഞ്ഞത് ബജരംഗതൻ, കേസെടുത്തത് പോലീസ്. കേസെടുക്കുന്നതിന് വേണ്ടി ബജരംഗതൻ പറഞ്ഞത് ഇവർ മതപരിവർത്തനം നടത്തി, ഇവർ മനുഷ്യക്കടത്ത് നടത്തുന്നതാണ്. ഞങ്ങൾ ഞങ്ങൾ ഛത്തീസ്ഗഡിൽ പോയി ഛത്തീസ് മുഖ്യമന്ത്രിയെ കണ്ടു, ഭരണാധികാരികളെ കണ്ടു. പക്ഷേ അവർക്ക് പിണവയ്ക്കേണ്ടിയിരിക്കും. ഇവിടെ NIA കോടതി എല്ലാം NIA കോടതിയിലേക്ക് ഒരു കേസ് ഇടണമെങ്കിൽ സ്വാഭാവികമായി നമ്മുടെ ഭരണഘടന അനുസരിച്ച് പാസാക്കപ്പെട്ട നിയമമനുസരിച്ച് അതിന് ചില നടപടികളുണ്ട്. അതിനാണ് ആ ഭരണഘടനയുടെ കീഴിലാണ് ഇന്ത്യ പ്രവർത്തിക്കേണ്ടത്. പക്ഷേ ഛത്തീസ്ഗഡിൽ നമ്മൾ കണ്ടത് കന്യാസ്ത്രീ സമൂഹത്തെ അധിക്ഷേപിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾക്കെതിരെ ഉയർത്തുന്ന കാരണമാണ്. ഇത് നേരത്തെ ബഹുമാനപ്പെട്ട മുണ്ടാളത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഹിന്ദു പരിശീലനം ഇന്ത്യയിലെ പ്രദേശങ്ങളുണ്ടായി. എന്നെ കൂടുതൽ നിരാശപ്പെടുത്തിയത് ഈ സംഭവത്തിൽ നടന്നതിന് ശേഷമുണ്ടായ സംഭവമാണ്. ഇതിനെക്കുറിച്ച് ന്യൂസ് ഇതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നപ്പോൾ വെച്ചറങ്ങുന്നതിന് പ്രതികരിച്ച് വന്ന് സംസാരിച്ച വ്യക്തികൾ ടിവിയിലൂടെ പറഞ്ഞത് നമ്മുടെ പാവപ്പെട്ട ഈ സഹോദരിമാരായ കന്യാസ്ത്രീകളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയാണ്. അപ്പോൾ ജാമ്യം കൂട്ടിയതുകൊണ്ടും വെച്ചറങ്ങുന്നതും ഇന്ത്യയുടെ ഭരണഘടനയുടെ ആത്മാവിനെ മനസ്സിലാക്കാൻ കഴിയാത്ത ചില വർഗീയ ശക്തികളും നമ്മുടെ രാജ്യത്തെ അഴിച്ചുവിട്ടിരിക്കുന്ന അവരുടെ പരിശ്രമം അവസാനിച്ചിട്ടില്ല എന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജാതി മതത്തിന് അതീതമായി രാഷ്ട്രീയ ബന്ധങ്ങൾക്ക് അതീതമായി നമ്മൾ ഇന്ത്യക്കാരെ വിശ്വസിക്കുന്ന ഞാനും നിങ്ങളും ഇവിടെ സുരക്ഷിതമായിരിക്കുന്നത് വിശുദ്ധമായ ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രതിനിധാനം വിശ്വസിക്കുന്ന നമുക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. ഇതിനെ സംരക്ഷിക്കേണ്ടത് അതിന് ബഹുമാനപ്പെട്ട സ്വാഗതഭാഷകളെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു പ്രതിഷേധ
നിങ്ങൾ ഞങ്ങൾക്ക് ചില മൂല്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. ആ മൂല്യം ഇന്ത്യയുടെ ഭരണഘടനയെ പാലിക്കണമെന്ന മൂല്യമാണ്. ആ മൂല്യം മതേതരത്വത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന മൂല്യമാണ്. ആ മൂല്യം ഇന്ത്യയുടെ ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യമാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന കാതലായ ആ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇനിയുള്ള പോരാട്ടത്തിൽ നിങ്ങളോടൊപ്പം വേണമെങ്കിൽ ഒരു പടി മുന്നിൽ നിന്നുകൊണ്ട് ഈ പോരാട്ടത്തിൽ നേതൃത്വം കൊടുക്കാൻ ഞങ്ങൾ ഉണ്ടാകും, ഞങ്ങൾ ജനപ്രതിനിധികൾ ഉണ്ടാകും പറയുന്നു. ആ വലിയ എല്ലാ പിന്തുണയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കന്യാസ്ത്രീകളോടൊപ്പം തന്നെ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ ശ്രീ ഭാഗത്തുള്ള വിവാഹം ഞങ്ങൾ അവിടെ പോയപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരാണെന്ന് അറിയാം. നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഈ രാജ്യത്തിന്റെ പവിത്രമായ മതേതരത്വ മൂല്യങ്ങൾക്കെതിരെ, ഈ രാജ്യത്തിന്റെ പവിത്രമായ ഭരണഘടനയ്ക്കെതിരെ ഏത് തലത്തിൽ നിന്നും അധികാരത്തിന്റെ പ്രമുഖത ഉപയോഗിച്ച് ഏതെങ്കിലും ശക്തിയെ വെല്ലുവിളിച്ചാൽ അതിനെതിരെ നിങ്ങളോടൊപ്പം നിന്ന് പോരാടാൻ ഞങ്ങൾ ഉണ്ടാക്കുന്ന പ്രതിജ്ഞ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നാളെയും ഇത് പാർലമെന്റിന്റെ അകത്തളത്തിൽ ഈ വികാരം പ്രകടിപ്പിക്കാൻ ഞാൻ നിങ്ങളുടെ ജനപ്രതിനിധികളിൽ ഉണ്ടാകുന്ന ഉറപ്പ് നൽകിക്കൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസകൾ നൽകുകൊണ്ട് ഞാൻ വാക്ക് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ആലുവ മണപ്പുറവും ആലുവ സെമിനാരിയും ആലുവ പോലത്തെ സ്വകാര്യമായ ഒരു അഭിമാനമാണ്, അഹങ്കാരമാണ്. അതുപോലെ തന്നെ ശ്രീ അൻവർ സാദത്തും ആലുവക്കാരുടെ സ്വകാര്യമായ അഭിമാനമാണ്. പ്രിയപ്പെട്ട ശ്രീ അൻവർ സാദത്ത് എന്നെ പ്രഭാഷണം നടത്തുന്നതിനായി ക്ഷണിക്കുന്നു. പ്രിയങ്കരായ നമ്മുടെ മുഖ്യ പ്രഭാഷണത്തെ പ്രിയങ്കരായ എം പി ശ്രീ ഫൈസൽ അസ്കരി, സ്വാഗതം പറഞ്ഞ ഫാദർ പോൾ, സിസ്റ്റർ ബഹുമാനായ ജോർജൻ, സിസ്റ്റർ നവ്യ, അടക്കമുള്ള മറ്റ് പ്രിയപ്പെട്ട വൈദിക സേവകരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിലവാരമുള്ള സുഹൃത്തുക്കൾ, ഇവിടെ പിതാക്കളും മറ്റ് വൈദിക സേവകരെ അടക്കമുള്ള ആളുകളെല്ലാം നമ്മുടെ ഈ വിഷയത്തെ കുറിച്ച് വളരെ കാര്യങ്ങൾ ചുറ്റുന്നത് എനിക്ക് കൊടുക്കുന്നു. പ്രിയപ്പെട്ട ആദ്യം തന്നെ ഞാൻ നന്ദി അറിയിക്കുന്നത്, ഞാൻ ഉപവാസ സമരം നടത്തിയപ്പോൾ ആ സമരത്തെ വിട്ടുകളെ അർപ്പിച്ചു വന്ന സിസ്റ്റേഴ്സിനെയും അതൊരു വൈദിക സേവകരെയും ആലുവയിലെ പൊതുസമൂഹത്തിനും നിങ്ങൾ ഓരോ സഹോദരി സഹോദരന്മാരുടെ പ്രാർത്ഥന നടത്തും. അവിടെ നേരിട്ട് നമുക്ക് പിന്തുണ കൽപ്പിച്ചവരാണ് ഇവിടെ ഒരു വൈദിക സേവകർ. അതുപോലെ തന്നെ സെക്രട്ടറി ആവണം സൂചിപ്പിക്കുന്നത് പോലെ എനിക്ക് നാരായണ ചെയ്ത ആ സമരം അവസാനിപ്പിച്ചു. അപ്പൊ നിങ്ങളോട് നന്ദി ഈ തരത്തിൽ ഞാൻ വളരെ സന്തോഷത്തോടെ തന്നെ ഇവിടെ അറിയിക്കുന്നു. നമുക്കറിയാം, ഇതിൽ ഭരണഘടനയുടെ വെല്ലുവിളിയാണ് ഈ ഭരണഘടനയെ തകർക്കുവാനും അല്ലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് സന്ധിയില്ലാത്ത സമരം ചെയ്ത് ഈ രാജ്യത്തെ സ്വാതന്ത്ര്യം നമ്മൾ നേടാറുണ്ടല്ലേ. ആ സ്വാതന്ത്ര്യത്തിന് ഭരണഘടന ഉണ്ടാക്കി. ഒരു ഭരണഘടനയല്ല, ജനാധിപത്യ മതേതരത്വ സ്വഭാവമല്ല, ജനാധിപത്യ മതേതരത്വ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടനയാണ് നമുക്കുള്ളത് അല്ലെ. ഈ രാജ്യത്ത് ജീവിക്കുവാനും ഏത് മതത്തിൽ വിശ്വസിക്കുവാനും ഏത് മതാനുഷ്ഠാനങ്ങൾ നടത്തുവാനും നമുക്ക് ഇതുപോലെ ഏറ്റെടുത്ത് പ്രസംഗിക്കുവാനും പ്രതിഷേധിക്കുവാനും നമ്മുടേതായ അഭിപ്രായങ്ങളും ആരുടെ മുമ്പിലും തലമുടിക്കാതെ പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള ആ ഭരണഘടനയാണ് പ്രിയപ്പെട്ടത് ഇന്ന് തകർക്കപ്പെടാനുള്ള ചില ശക്തികൾ ശ്രമിക്കുന്നത്. അവിടെ നമ്മൾ ആശയപരമായി നേരിടണം. പ്രതിഷേധം വെട്ടും അതുപോലെ തന്നെ അക്രമവുമല്ല, നമ്മൾ ആശയപരമായി നേരിടണം. നമ്മൾ പ്രതീകാത്മകമായി പല കാര്യങ്ങൾ ചെയ്ത് സാധിക്കും. അങ്ങനെ പ്രാർത്ഥനയിലൂടെ നമുക്ക് നേരിടാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഈ ശക്തികൾ നമുക്ക് നേരിടാൻ സാധിക്കണമെന്നാണ് പ്രിയപ്പെട്ടവരെ എനിക്ക് ആമുഖമായി പറയാനുള്ളത്. അതിന്റെ മതവിശ്വാസങ്ങൾ പഠിപ്പിക്കുന്നു, അതിന്റെ രാഷ്ട്രീയ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം പഠിപ്പിക്കുന്നു. ആ ആശയങ്ങളിലാണ് നമ്മൾ ഒഴിപ്പിടിച്ചു പോകുന്നത്. അതിന്റെ മുമ്പിൽ ആദ്യമോ മതമോ രാഷ്ട്രീയമോ ഒന്നും പ്രശ്നമല്ല. അതിന്റെ പ്രാർത്ഥന അത് നിർവഹിക്കുന്ന മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഒരു വലിയ സമരങ്ങൾക്കാണ് യഥാർത്ഥ സമരം. അത് നീതിക്ക് വേണ്ടിയുള്ള സമരമാണ്. നീതി എന്ന് പറയുന്നത് സാമൂഹിക ജീവിതത്തിന്റെ അടിത്തറയാണ്. നീതി തടസ്സമില്ലാതെ ജലം പോലെ എല്ലാവർക്കും ഇടയിൽ എല്ലാവരിലേക്കും ഒഴുകിയെത്തുമ്പോൾ മാത്രമാണ് സാമൂഹിക ജീവിതം സുരക്ഷിതമാവുകയുള്ളൂ. ഇത്തരം അടിപൊളിയായിരിക്കുക നീതി അവകാശമല്ല, ജാമ്യം അവകാശമില്ലാതിനേക്കാൾ നീതി അവകാശമാണ്. ആ അവകാശം നമ്മുടെ രാജ്യത്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഈ രാജ്യത്തിന്റെ ഭരണഘടനയാണ്. നാം ഇന്ത്യക്കാരെന്നതാണ്. ഈ നാം ആരാണ് പറയുന്നത്? ക്രൈസ്തവർ പറയുമ്പോൾ നാം പൈസ
ലോകത്തെ ഏത് രാജ്യത്തെക്കാളും എന്റെ ഇന്ത്യയാണ് ഏറ്റവും നല്ലത്. സാധന ലോകത്തെ ഏത് പ്രദേശത്തെക്കാളും അത് മനോഹരം നമ്മുടെ ഹിന്ദുസ്ഥാനാണ്. എന്തുകൊണ്ട് ചോദിച്ചാൽ ഇത്രത്തോളം വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന നമ്മുടെ രാജ്യം വൈവിധ്യങ്ങളുടെ പ്രദേശമാണ്. ഹിന്ദുസ്ഥാനിലെ ഇന്ത്യ ഒരു ഭൂപാടിയാണ് എന്നാണ്, ഇന്ത്യ ഒരു മലവാണിയാണ്, ഒരു പൂന്തോട്ടമാണ് എന്നാണ്. നമുക്കറിയാം, ഒരു പൂന്തോട്ടമാകുന്നത് അത് വ്യത്യസ്ത വർണ്ണങ്ങളുള്ള പൂക്കൾ വികർത്തുമ്പോൾ മാത്രമാണ്. ഒരു പൂ മാത്രം ഒരേ തരത്തിലുള്ള പൂ മാത്രം അതിന് പൂന്തോട്ടം പറയില്ല. പൂന്തോട്ടത്തെ പൂന്തോട്ടമാകുന്നത് നിറങ്ങളുടെ വൈവിധ്യമാണ്. പക്ഷേ ഇന്ത്യയിലെ പൂമാടിയിൽ താമര മാത്രം കഴിഞ്ഞാൽ മതിയെന്ന് ചിന്തിക്കുക, ഒരൊറ്റ പൂ മാത്രം മതിയെന്ന് ചിന്തിക്കുക സംസ്കൃത താല്പര്യത്തിന്റെ ആളുകൾ യഥാർത്ഥത്തിൽ ആ സംസ്കൃത താല്പര്യത്തിൽ ചെലുത്തുന്ന ഒരു കാലമാണ്. ഇന്ന് നമ്മുടെ രാജ്യത്ത് ധാരാളം കൈകാര്യം ചെയ്യുന്നത് നമ്മൾ സംസ്കൃത ഇല്ലാത്ത ചിലരാണ് എന്ന് ധരിക്കുന്ന സംഭവദർശനമാണ്. അതിനെ ചെറുക്കേണ്ടത് ഞാൻ മുന്നാം പറഞ്ഞ ഒരു കാര്യം പറയാം. ആ ഭയം വലിയ അപകടമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് നാടിന് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള നടത്തിയിരുന്ന തത്വത്തിന്റെ ഒരു മുദ്രാവാക്യം ഒരു മഹാകവിയെ വാക്കാണ് പഴയ കൗൺസിൽ യോഗം വളർത്തിക്കൊണ്ടിരുന്നത്. വാഗ്ദാനം ചെയ്യുന്നത് നമുക്കറിയാം. അവിടെ 80% ഹിന്ദുവോ 4% ക്രിസ്ത്യാനിയോ 15% മുസ്ലിമോ പ്രത്യേകം രീതിയില്ല. വലുതും ചെറുതുമായ ഏകനാണ് ഇന്ത്യൻ ഭരണഘടന പുതിയ നീതി വാഗ്ദാനം ചെയ്യുന്നു. അത് സംഘടിപ്പിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അല്പലാഭത്തിന് വേണ്ടി ചിലർക്ക് വിളിച്ചു പറയുന്ന അത് അപകടകാരികളാണ്. ഇനിയും നമുക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ പറയട്ടെ, കവി പറഞ്ഞതുപോലെ നമുക്ക് ഇനിയും ഞാൻ താമസിക്കാം, നമ്മളൊക്കെ താമസിക്കാം. പക്ഷെ നമ്മുടെ തലമുറകളുണ്ട്, പോരാട്ടങ്ങളുണ്ട്. അവർക്ക് മുന്നോട്ട് പോകണം. സ്വാതന്ത്ര്യത്തിന് ശുദ്ധമായി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. അതിനുള്ള പ്രാർത്ഥന നമ്മൾ ഒരുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഭയ കൗണിക രോഗങ്ങൾ വളർത്തുന്ന ഒരു നാടിനെ സ്വദേശ അഭിമാന രാമകൃഷ്ണന്റെ പത്രത്തിൽ പറഞ്ഞതുപോലെ ഭയമില്ലാതെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയില്ലെങ്കിൽ ചിലതൊക്കെ ചില കഴിവുകളൊക്കെ താല്പര്യപ്പെടുന്നവർ ഇതിൽ നിന്ന് മാറിയില്ലെങ്കിൽ അപകടമാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു കാര്യം പറയാം. എല്ലാവരും പറഞ്ഞതുപോലെ വീണ്ടും ആസ്വദിക്കേണ്ടി വരുന്നു. നിങ്ങളോടൊപ്പം ഞങ്ങളൊക്കെയുണ്ട്. തീർച്ചയായും നിങ്ങളുടെ നമുക്ക് എഴുതി നിന്ന് ചൊല്ലിത്തരുന്ന പ്രതിജ്ഞ എഴുതിച്ചില്ല. പ്രതിജ്ഞ ചൊല്ലിത്തരുന്നതായി നമ്മുടെ FCC അസിസ്റ്റന്റ് ജനറൽ സിസ്റ്റർ റോസ് കനകയെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ഏറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഒരൊറ്റ മനസ്സോടെ പലതരം കേട്ടിപ്പിടിച്ച് ഉച്ചസ്ഥലത്തെ നമുക്ക് കേൾക്കാം. ഭാരതം എന്റെ ജന്മനാടാണ്. എല്ലാ ഭാരതീയരും എന്റെ സഹോദരി സഹോദരങ്ങളാണ്. മനുഷ്യനാണ് എല്ലാത്തിന്റെയും പ്രമാണം എന്ന ഭരണഘടനയുടെ അടിസ്ഥാന സന്ദർഭം ഞാൻ കേട്ടുപറയുന്നു. എല്ലാവർക്കും തുല്യ അവകാശങ്ങളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യം ജന്മാവകാശമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ മനുഷ്യരുടെയും സർവ്വജന ക്ഷേമത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. ജാതിയുടെയും ഗർഭവും എന്റെ മനസ്സിൽ കടന്നുകൂടാൻ ഞാൻ അനുവദിക്കില്ല. വർഗവിദ്വേഷത്തിനെതിരെ ഞാൻ പ്രവർത്തിക്കും. ന്യൂനപക്ഷ അവകാശ സംരക്ഷണത്തിന് നമ്മുടെ ഭരണഘടന നൽകുന്ന ഉറപ്പ് ലംഘിക്കപ്പെടാൻ ഞാൻ അനുവദിക്കുക. ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന വിവേചനത്തിനും പീഡനങ്ങൾക്കുമെതിരെ ഞാൻ പ്രതിഷേധിക്കുന്നു. എല്ലാവരുമായി കൈകോർത്ത് ഒരു സ്നേഹ സംസ്കാരം
അഭിമന്യ മാർ തോമസ് പിതാവേ, ആദരണീയരായ വൈദികരെ, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കളെ, വൈദിക സമർപ്പിത സഹോദരങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, 9 നാൾ തടവറയിൽ കഴിഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരോട് കേരളത്തിൽ ജാതി മതവർഗ രാഷ്ട്രീയ വ്യത്യാസം കൂടാതെ കാണിച്ച കരുതലിനും പ്രാർത്ഥനകൾക്കും ഒരുമിച്ച് നിന്ന് നീതിക്ക് വേണ്ടി പൊരുതിയതിനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്ത്യൻ ഭരണഘടന ഒരു പൗരന് നൽകുന്ന ഉറപ്പ് സ്വതന്ത്രമായി ജീവിക്കാൻ, യഥേഷ്ടം യാത്ര ചെയ്യാൻ, ആഗ്രഹിക്കുന്ന തൊഴിൽ ചെയ്യുവാൻ, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാൻ തുടങ്ങിയ അവകാശവാദത്തിന്റെ ശക്തി ഇപ്പോൾ ഈ പട്ടണമറ്റത്തിൽ നാം ഉയർന്നു കേട്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ മതേതരത്വത്തിനും ന്യൂനപക്ഷ അവകാശത്തിനും വേണ്ടി മുറവിൽ മുഴക്കേണ്ട ഒരു കാലം വന്നിരിക്കുന്നു. ഭാരതത്തിലെ മക്കളായ നമ്മൾ കുഞ്ഞുനാൾ മുതൽ ചൊല്ലിപ്പഠിച്ച എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന തിരിഞ്ഞ വാചകം ഇപ്പോൾ ഞാൻ ഓർത്തുപോകുകയാണ്, യോഗപ്പെടുത്തുകയാണ്. ഈ വേളയിൽ ഈ മഹാസമ്മേളനത്തിന് നന്ദി പറയുക എന്ന എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. ഇന്നത്തെ ഈ പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച അഭിമന്യ മാർ തോമസ് പിതാവിന് എല്ലാവരുടെയും പേരിൽ നന്ദിയുടെ നറുകടല് അർപ്പിക്കുന്നു. ഈ മഹാസമ്മേളനത്തിന്റെ അധ്യക്ഷത അലങ്കരിച്ച സെയിന്റ് ഡൊമിനിക് വികാരി ബഹുമാനപ്പെട്ട ജോസഫ് കരിമറ്റച്ചന് ഹൃദ്യമായ നന്ദി. മുഖ്യ പ്രഭാഷണം നടത്തി എല്ലാവരെയും പ്രബോധിപ്പിച്ച അതിരൂപത വൈദിക സമിതി സെക്രട്ടറി ബഹുമാനപ്പെട്ട ഫാദർ കുര്യാക്കോസ് മുണ്ടാടനച്ചന് നന്ദിയുടെ നറുമഴകൾ നേരുന്നു. തങ്ങളുടെ സാന്നിധ്യത്താൽ വേദിയെ സമ്പന്നമാക്കിയ MP ശ്രീ ബെന്നി ബെഹനാൻ, MLA ശ്രീ അൻവർ സാദത്ത്, മുനിസിപ്പൽ ചെയർമാൻ ശ്രീ MO ജോൺ, ഇമാം ഗ്രാൻഡ് മസ്ജിദ് എറണാകുളം ശ്രീ ഫൈസൽ നസ്രി, എല്ലാവർക്കും സ്നേഹത്തോടെ നേരുന്നു ഒരാളെ നന്ദി. പൊതുസമ്മേളന വേദിയിൽ ഈ സമ്മേളനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ആശംസിച്ച ബഹുമാനപ്പെട്ട ഫാദർ പോൾ ബെഞ്ചാമിൻ CMI അച്ഛന് നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ സമ്മേളനം പ്രാർത്ഥനയോടെ ആരംഭിക്കുവാൻ നേതൃത്വം നൽകിയ ST കോൺഗ്രിഗേഷൻ സിസ്റ്റേഴ്സിനെ പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. ഈ സമ്മേളനത്തിന് തങ്ങളുടെ സാന്നിധ്യത്താൽ കന്യക പകർന്ന എല്ലാ വൈദികർക്കും, വൈദിക വിദ്യാർത്ഥികൾക്കും, സന്യാസികൾക്കും, പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും നേരുന്നു നന്ദി. ഇത്ര മനോഹരമായി ഈ റാലി നടത്തുവാൻ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘാടക സമിതി അംഗങ്ങളെ വളർത്താനാവില്ല. അച്ചടക്കത്തോടും ശ്രദ്ധയോടും അതിലൊക്കെ തീക്ഷ്ണതയോടും ഈ റാലി നടത്തുവാൻ നേതൃത്വം നൽകി